വിഭാഗീയ പ്രവർത്തനങ്ങൾ പ്രധാനമായും മദ്യപാനികളുടെ പരിപാടിയാണെന്ന് പണ്ട് കോട്ടയം സമ്മേളനത്തിൽ പിണറായി വിജയൻ കണ്ടെത്തിയിരുന്നു. ഇത്തരം അന്യവർഗ ചിന്തയെ ആട്ടിയോടിക്കലും പ്ലീനത്തിന്റെ പ്രധാന ലക്ഷ്യമാണ്. കോട്ടയം സമ്മേളനത്തിൽ VS-ന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചവരെ കൈകാര്യം ചെയ്യുമ്പോഴാണ് VS-നെ ഒഴിവാക്കുമ്പോൾ മദ്യപാനവും ഒഴിവാക്കണമെന്ന് പാർട്ടി തീരുമാനിച്ചത്. ആദ്യം ആ ഫ്ലാഷ് ബാക്ക്. കമ്മ്യൂണിസ്റ്റുകാരനായാൽ പ്രാഥമികമായ അച്ചടക്കബോധം കാണിക്കണം. അകത്തുള്ള കള്ളിന്റെ വീര്യം പ്രകടിപ്പിക്കാനുള്ള സ്ഥലമാക്കി മാറ്റരുത്. ആദ്യം ആ ധാരണ വേണം. ഒരു സമ്മേളനമാകുമ്പോൾ പല തരക്കാരും കടന്നു വരും. പക്ഷേ പൊതുവെയുള്ള നിയന്ത്രണം പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരായിരിക്കണം. ഇവിടെ പാർട്ടി സഖാക്കൾക്കും ഒരു ബാധ്യതയുണ്ട്. ഇത്തരം ആളുകളെ നിയന്ത്രിക്കാൻ തയ്യാറാക്കണം. എന്ത് കൂത്താട്ടവും നടത്താൻ അനുവദിക്കാൻ പാടില്ല. അത് മനസ്സിലാക്കണം. വെറുതെ ചുവപ്പ് ഡ്രസ്സിട്ട് നിൽക്കാനുള്ളവരല്ല വളണ്ടിയർമാർ എന്നവർ ധരിക്കണം. നിങ്ങൾ ധരിച്ചിട്ടുള്ള ഡ്രസ്സിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ നിറവേറ്റാൻ തയ്യാറാകണം. വളരെ നിർഭാഗ്യകരമായ അവസ്ഥയാണ്. ഇവിടെ നമ്മുടെ പ്രതികൂലമായ കാലാവസ്ഥ കാരണം ഇനി മറ്റ് സഖാക്കളെ സംസാരിക്കണം ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ഈ യോഗം ഇതോടെ പിരിയുകയാണ്. ഇതില്ലാതാക്കാനും പ്ലീനം വേണ്ടി വന്നു. ഈ കള്ളുകുടിയനായിട്ടുള്ള അച്ഛൻ അയാൾ കള്ളു കുടിക്കും, പക്ഷെ മക്കൾ കുടിക്കുന്നതിന് ഒരിക്കലും യോജിക്കില്ല. കുടിക്കുന്ന അവസരത്തിൽ തന്നെ ഈ കുടിക്കെതിരായിട്ടുള്ള നിലപാടെടുക്കും. അതേപോലെ തന്നെ ഞാനിങ്ങനെ ആയിപ്പോയി, അതുകൊണ്ട് വേറൊരു കേഡർ മാറി ഇതിലേക്ക് വരാൻ പാടില്ല എന്ന രൂപത്തിലുള്ള ചിന്താഗതിയാണ് പാർട്ടി സഖാക്കൾക്കുള്ളത്. പോവാൻ പറയും. അപ്പോ എന്താണ്? ഞാൻ വളരെ ഓപ്പണാ. അതുകൊണ്ട് ഈ കൂപ്പൺ നിങ്ങൾ പിടിക്ക്. വെറുതെ ഒരു കൈക്കൂലിയോ? തൊട്ടടുത്ത ബാറിൽ നിന്ന് മുൻകൂർ പണമടച്ച് വാങ്ങിയ കൂപ്പണായത്. ഞാൻ എന്തായാലും ഇങ്ങനെ പോയി, വേറൊരാളിൻ്റെ ഈ രൂപത്തിലാകാൻ പാടില്ല. അങ്ങനെ ആയ ആള് തന്നെ ഒരു പുനർചിന്തനത്തിന് ഞാൻ എന്തിനിങ്ങനെ ആകുന്നു? ഇത് വൃത്തിയിട്ട പണി. അത് മാത്രം പറയരുത്. ഇതെനിക്ക് വേണ്ടി മാത്രമല്ല. എനിക്ക് നന്നായിക്കൂടെ? അത് എനിക്കും നല്ലതാണ്, എൻ്റെ കുടുംബത്തിനും നല്ലതാണ്, എൻ്റെ പാർട്ടിക്കും നല്ലതാണ് എന്ന തിരിച്ചറിവിൻ്റെ ഭാഗമായി സാമൂഹ്യ രംഗത്തൊരു ഗുണപരമായിട്ടുള്ള ഒരു വലിയ മാറ്റമാണ്. വൈദ്യ കിടക്കാനാണെങ്കിൽ വല്ല സർബത്തും മേടിച്ചു കുടിച്ചാ പോരെ എന്റെ മാഷ്. കള്ള് കുടിച്ചാ വെള്ളവന്റെ മെക്കെട്ട് കയറി രണ്ട് തല്ലും കൊണ്ട് തന്തക്കും തള്ളക്കും വിളിയും കേട്ട് വാളും വെച്ച് സ്വസ്ഥമായി കിടന്നുറങ്ങണം. അതാണ് ഈ മദ്യപാനത്തിന്റെ ഒരു ശാസ്ത്രം. ഇപ്പോൾ അതിൻ്റെ ലാഞ്ചന ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ 1.5 കൊല്ലം ഇപ്പോൾ എനിക്ക് തന്നെ ഉണ്ടായിട്ടുള്ളൊരു അനുഭവം. എൻ്റെ മുമ്പിൽ കൂടി കുടിക്കാൻ പോയിട്ടുള്ള ഒരു സഖാവ് എന്നോട് പറഞ്ഞ് ഇനി ബാലേട്ടൻ്റെ മുമ്പ് കൂടി എനിക്ക് കുടിക്കാൻ കഴിയില്ല. മദ്യപിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, മദ്യം സർക്കാർ കൊടുക്കുന്ന സാധനമല്ല. നിങ്ങളെന്താ പ്രശ്നം? ഇപ്പോൾ കല്യാണം കഴിച്ചതിന് ശേഷം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെയാണ് ഇരിക്കുന്നത്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെയാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷം. സർക്കാർ എന്ന് പറയുന്ന സാധനം മദ്യം ഉണ്ടാക്കി തന്നിരിക്കുന്നത് ഊമ്പാനല്ല, കുടിക്കാനാണ്. പ്ലീസ്, അങ്ങനെ വർത്തമാനം പറയണ എന്താ? അവർക്കതിൽ നിന്ന് മോചനം നേടാൻ കഴിയുന്നില്ലെങ്കിൽ അവരെ പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് ഒഴിവാക്കണം. വിഭാഗീയത മാത്രമല്ല, ഈ പ്ലീനത്തോടെ എല്ലാത്തരം അന്യവർഗ പ്രവണതകളും പാർട്ടി വൈരുദ്ധ്യാത്മകമായി തുടച്ചു നീക്കും. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് ചാക്കിൻകെട്ടിലെ വിപ്ലവം. പ്ലീനത്തിനെ സംബന്ധിച്ച് പരസ്യം കൊടുക്കുന്നത് പ്ലീനം നോക്കിയിട്ടൊന്നുമല്ല. ഞാൻ കച്ചവടക്കാരനാണ്, ഇതിനൊന്നും പ്രതികരിക്കേണ്ട ആളല്ല. നമ്മുടെ ചെലവ് കഴിച്ചുള്ള മുഴുവൻ കാശും മാറ്റിവെക്കണം.